Watch full episodes on Jio Hotstar. ആ ബോക്സ് അവിടെ തന്നെ വെക്കുന്നതാണ് നിനക്ക് നല്ലത്. പറയുന്നത് അനുസരിച്ചോ? എന്താ നീ മോട്ട് പറഞ്ഞത് കേട്ടില്ലാന്നുണ്ടോ? നിനക്ക് പുറത്ത് കിടക്കാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ അടച്ചു കഴിഞ്ഞു. അതെ, ഇനി അഥവാ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ കാണുന്ന ജനലിൽ കൂടെ വേണം ചാടാൻ, അല്ലേ പത്ലു? ഗുഡ് ഐഡിയ. മോട്ടോ വേഗം എന്തെങ്കിലും ചെയ്യ, അവനതാ പോകുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ, വാ നമുക്ക് അവന്റെ പിന്നാലെ പോകാം. എങ്കിൽ ശരി, വരൂ. എന്റെ മോട്ടോ, നീ എന്തായി ചെയ്യുന്നേ? ഞാൻ ഉദ്ദേശിച്ചത് ലിഫ്റ്റിലൂടെ താഴെ ചെന്ന് അവനെ പിന്തുടരാമെന്നാ. നിനക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ? ഐഡിയ. അപ്പൊ നിങ്ങൾ ഇത്ര വലിയ പെട്ടിയില് സമോസയാണോ സൂക്ഷിച്ചു വെച്ചിരുന്നത്? എന്ത് ചെയ്യാനാ കള്ളച്ചങ്ങായി? ദുബായിൽ നല്ല സമോസകളൊന്നും കിട്ടൂലല്ലോ. അതുകൊണ്ടാ ഫുർഫുറി നഗരത്തിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നത്. ശരി, ബൈ ബൈ. വേഗം വന്ന് ഈ കൊടയിൽ പിടിക്കുക, അല്ലെങ്കിൽ താഴേക്ക് വീഴും. എന്റെ സമൂസ എനിക്ക് തന്നെ വേണം. ഇല്ല, എന്റെ സമൂസ എനിക്ക് വേണം. ഞാൻ ഇവന് വെറുതെ വിടില്ല. എന്റെ സമൂസതാ, എന്റെ സമൂസതാ. ഞാൻ നിന്നെ വെറുതെ വിടില്ല. സമൂസതാ, എന്റെ സമൂസതാ. വെറുതെ വിടില്ല തന്നെ ഞാൻ. എന്താ ചെയ്യുന്ന മോട്ടോ? ഒന്ന് എഴുന്നേൽക്ക, എഴുന്നേൽക്ക. എന്തൊരു നല്ല സ്വപ്നമായിരുന്നു. ഗംഭീരമായിരുന്നു. എന്തൊരു ഡൈവായിരുന്നു എന്റെ. ഡൈവൊക്കെ നന്നായിരുന്നു, പക്ഷെ എന്റെ വയറ് പഞ്ചറാക്കിയില്ലേ നീ? വരൂ, എനിക്ക് വിശന്നിട്ട് വയ്യ. ചായക്കട ചേട്ടന്റെ അടുത്ത് ചെന്ന് നല്ല ചൂടുള്ള സമൂസ കഴിക്കാം. അതിന് അയാൾ ഇന്നലെ മുതൽ നമ്മളെ തപ്പി നടക്കുക. പഴയ കണക്ക് ഇതുവരെ നമ്മളെ കൊടുത്ത് തീർത്തിട്ടില്ല. അയാളെങ്ങാനും നമ്മളെ കാണുകയാണെങ്കിൽ നമ്മളെ അയാൾ സമൂസാക്കി കളയും. ചായക്കട ചേട്ടൻ വന്നിരിക്കുന്നു, നമുക്ക് എവിടെയെങ്കിലും ഒളിക്കാം. പത്ലു, ഈ ചായക്കട ചേട്ടന്റെ കാലെങ്ങനെ പെട്ടെന്ന് ഇത്ര ചെറുതായി?
നീ നിന്റെ പെങ്ങളെ മുന്നിയുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടല്ലേ? ഞാൻ ആരുടെ പെങ്ങന്മാരുടെ കയ്യിൽ നിന്ന് ഇതുവരെ പൈസ മേടിച്ചിട്ടില്ല. മുന്നി നീയോ ഇത് എന്തായി കൊണ്ടുവന്നിരിക്കുന്നത്? ചോട്ടു രാവിലെ തന്നെ എന്നെ കൊണ്ട് സമൂസ ഉണ്ടാക്കിപ്പിച്ചിരിക്കാം. അത് അമ്മാവന്റെ ഒപ്പം കഴിക്കും. സമൂസയോ? രാവിലെ തന്നെ ഇങ്ങനെ സമൂസ കിട്ടുകയെന്ന് വെച്ചാ അന്നത്തെ ആ ദിവസം തന്നെ അടിപൊളിയല്ലേ? ഇവൻ എന്റെ അനന്തരവൻ തന്നെ. എന്റെ എല്ലാ ഇഷ്ടങ്ങളും ഇവൻ അറിയാം. നീ വെറും ഒരു പേരിനാ പെങ്ങള്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? നമുക്ക് സമൂസ കഴിക്കണ്ടേ? എനിക്കിങ്ങനെ കാത്തിരിക്കാൻ വയ്യട്ടോ. ശരി ചോട്ടു, ഞാൻ ഇവിടെ നിന്ന് ആക്രമിച്ചോളാം, നീ അവിടെ നിന്ന് ആക്രമിച്ചോളൂ ട്ടോ. ആക്രമിക്കൂ. ഈ മാമനും അനന്തരവനും ഒരു വ്യത്യാസവും ഇല്ല. സമൂസ എന്ന് കേട്ടാ പിന്നെ വേറെ ഒന്നിനെ കുറിച്ച് വിചാരമില്ല. ചോട്ടൂനാണെങ്കിൽ അവന്റെ മാമനെ കുറിച്ച് പറയുമ്പോ 100 നാവാ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ അവസ്ഥ. ചോട്ടുവിനെ കുറിച്ച് പറയാൻ മോട്ടുവിന് 1000 നാവാ. ഇവരുടെ ഒരു കാര്യം. എനിക്ക് കിട്ടിയേ. അല്ല ഇതെന്താ? ഈ സമൂസയിൽ എന്താ എഴുതിയിരിക്കുന്നല്ലോ? ആ ഇതില് ചോട്ടോന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ചോട്ടോന്റെ സമൂസയാ. താങ്ക് യു മോട്ടു മാമ. അല്ല മോട്ടോ, നീ ചോട്ടുവിനെ കുറിച്ച് എഴുതിയ കവിത അവനൊന്ന് പാടി കേൾപ്പിക്കേ. അവൻ കേക്കട്ടെ. ഓ അതോ. ചക്കര മുത്ത് പഞ്ചാര മുത്ത് ഇട്ടു വിട്ടു ചോട്ടു, നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തോട്ടാണ് സന്തോഷം. എന്റെ മാമൻ പൊന്നു മാമൻ കഷണ്ടി മോട്ടോ മാമൻ എന്റെ ഉള്ളിൽ കുടിക്കൊള്ളും ഈ സമൂസ പ്രിയം. നീ അല്ലേലും മിടുക്കനല്ലടാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ നിനക്ക് ആ ചായക്കട ചേട്ടന്റെ അടുത്ത് ചെന്ന് നല്ല ചൂടുള്ള സമൂസ മേടിച്ചു തരാം. എന്തേ ബദലു? ചായച്ചേട്ടന്റെ കടം ഒരുപാടുണ്ട്. അയാൾ ഒരിക്കലും സമൂസ തരില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്നേ. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാനില്ല. എനിക്ക് തോന്നുന്നു ചിങ്കം സാറ് ജോൺ ദ ഡോണിനെ ചേസ് ചെയ്യാന്നാ. ഒരുപാടായി ജോൺ. ഇൻസ്പെക്ടർ ചിങ്കം വരുന്നത് വരെ നിനക്ക് ഇവിടുന്ന് ഒരാട്ടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. ജോൺ തന്നെയായിരിക്കും ഡോൺ. ആർക്കാണ് എന്നെ തടയാൻ ഇത്രയ്ക്ക് ധൈര്യം? പറ, ആർക്കാണ് ധൈര്യം? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? എന്റെ ചോട്ടു, നിന്റെ മാമൻ ഇപ്പോൾ ചൂടുള്ള സമൂസ കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നീ കണ്ടോ സമൂസ കഴിച്ചതിന് ശേഷം അവൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന്. ബോസ് പറഞ്ഞത് കേട്ടില്ലേ? അങ്ങോട്ട് മാറി നിക്ക്. ഞങ്ങളെ വെറുതെ തടയാൻ നോക്കണ്ട. അത് ശരിയാ. പറക്കാൻ പോകുന്നവർ ആർക്കെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റുമോ? ആരാ ഇവിടെ പറക്കാൻ പോകുന്നേ? ആരാണെന്ന് പറയേ. The name is Chingam. ചിങ്കത്തിൽ നടന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. മോട്ടു പത്ലു പിന്നെ ചോട്ടു, നിങ്ങൾ ആരെങ്കിലും ജോൺ ദ ഡോണും കൂട്ടുകാരും രക്ഷപ്പെടുന്നത് കണ്ടോ? ജോൺ വരുന്നുണ്ട്. ചിങ്കം സാറെ മാറിക്കോ. എന്നോട് മാറിപ്പോവാൻ പറയാൻ ഇവിടെ ആർക്കാണ് ധൈര്യമുള്ളത്? എന്നെ വീഴ്ത്താൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അത് മനസ്സിലാക്കിക്കോളൂ.
എന്റെ അമ്മോ! ഇത് മുകളിനിപ്പ എന്താ വീണത്? അവസാനം ഇവന്മാർ ചേർന്ന് എന്നെയും വീഴ്ത്തിയല്ലോ. നല്ല മണം. ഈ മോട്ടവും ചോട്ടവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഏയ് മോട്ടു, പറഞ്ഞില്ലാന്ന് വേണ്ട, സമോസയിൽ തൊട്ടാലുണ്ടല്ലോ. ചോട്ടു, നീ എത്ര വേണമെങ്കിലും എടുത്ത് കഴിച്ചോളൂ കേട്ടോ. പക്ഷെ ഈ മോട്ടുവിന് ഞാൻ ഒരു സമോസ കൂടി കൊടുക്കില്ല. എനിക്ക് വേണ്ട നിന്റെ സമൂസയൊന്നും. വാ പത്തലു. അപ്പൂപ്പ മാമന് കൊടുക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല. ഓ, ഈ പയ്യന്റെ ഒരു കാര്യം. ശരി, സമ്മതിച്ചു. മോട്ടു നിക്ക്, നീയും വന്ന് ചോട്ടുവിന്റെ കൂടെ വയറ് നിറച്ച് കഴിച്ചേച്ചു പോ. മോട്ടു, എന്നിട്ട് കഴിച്ചിട്ട് പോകാനാ പറഞ്ഞത്. ഒരുപാട് ജാട ഇറക്കല്ലേ. ഞാൻ കഴിക്കില്ല, കഴിക്കില്ല, കഴിക്കില്ല. അപ്പൂപ്പ ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ, ना धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी. ना धेला ना दमड़ी ना कौड़ी, रे मोटू और पतलू की जोड़ी. मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी. मोटू के पेट में भूख भरी है, टायर के जैसे भूख भरी है रे. पतलू तो मर जाए, मूंगफली से बच के निकल जाए पतली गली से. रे मोटू पतलू, रे मोटू पतलू. ഹലോ ചോട്ടു, ഞാനൊരു പുതിയ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാണാൻ വരുന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്ലെയിനിൽ കറങ്ങാൻ പോകാൻ പറ്റുമോ? നീ എന്ത് ചോദ്യ പോലെ ചോദിക്കുന്നേ? നമുക്കാരും കാണാത്തൊരു സ്ഥലത്തേക്ക് യാത്ര തന്നെ പോയേക്കാന്ന്. ആ സ്ഥലത്തിന് ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്, ലോസ്റ്റ് ഐലൻഡ്. ലോസ്റ്റ് ഐലൻഡോ? നമുക്ക് എന്തായാലും പോയേക്കാം. ഞാൻ പോയി അമ്മയോട് പെർമിഷൻ ചോദിച്ചിട്ട് വരാമേ. ലോസ്റ്റ് ഐലൻഡ് കാണാൻ പോവുകയാണോ? അതിന്റെ അർത്ഥം എന്തോ നിധിയുണ്ടെന്നല്ലേ? വരൂ, നമുക്കും അവരെ പിന്തുടർന്നു പോകാം. ബോസ്, നമുക്കും നിധി തേടി പോയാലോ? ഞാനാണ് ജോൺ, ഞാനാണ് ജോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. മോട്ടു പത്തലു നിധി കണ്ടുപിടിക്കും, അത് തട്ടിയെടുക്കും ഈ ജോൺ. വേഗം ചെന്ന് പ്ലെയിനിനകത്ത് കയറിയിരിക്ക്. ലോസ്റ്റ് ഐലൻഡ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ബോസ്, അതാ നോക്കൂ.
ഇതിനെ പിടിച്ച് മാറ്റ്, ഇതിനെ പിടിച്ച് മാറ്റ്, എന്നെ രക്ഷിക്കും. അതെന്താ ബോസ് ഇപ്പൊ കവിതയൊന്നും വരുന്നില്ലല്ലോ? എപ്പ നോക്കിയാലും അവന്റെ ഒരു കവിത. ഓ, ആദ്യം എന്നെ ഒന്ന് രക്ഷിക്കടാ. അമ്മേ, അച്ഛാ. എന്റെ അത്തിപ്പാറ അമ്മച്ചി. ഇതെന്താ ഈ പറ്റിയത്? എനിക്ക് പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇനി പ്ലെയിനിന്റെ എഞ്ചിൻ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കുമോ? പൊളിച്ചെടുത്തല്ല. ഡോക്ടർ ഇതുവരെ ഉണ്ടാക്കിയതൊന്നും ഇതുവരെ ശരിക്കും വർക്ക് ചെയ്തിട്ടേ ഇല്ല. എന്റെ തല ചുറ്റിട്ട് വയ്യേ. പൊളിച്ചെടുത്തല്ല. നമ്മളെങ്ങോട്ടായി പോണത്? പൊളിച്ചെടുത്തല്ല. ഇവന് ഇപ്പോഴും പിക്നിക്കിന് വന്നിരിക്കുന്ന മൂടാണ്. തിരിച്ചു പോണെന്നുള്ള ചിന്തയൊന്നും ഇവനില്ല. അതെ, ഇതെന്താണ്? ഇത് തലയില്ലാത്തൊരു ഡൈനോസോർ എന്നാ തോന്നുന്നേ. ഒരുപാട് കാലമായിട്ട് ഇത് ഇവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അതെന്താ? എന്ത് ഭംഗിയുള്ള പല്ലിയാണത്. ആരും മിണ്ടരുത്. അത് എന്ത് ചെയ്യുവാണ് നോക്കാം. പൊളിച്ചെടുത്തല്ല. ഈ ഡൈനോസറിന് ഇപ്പോഴും ജീവുണ്ട്. എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. ഇത് ടോട്ടിറ്റോറസ് ആണ്. ഇത് ആമയെ പോലെ കഴുത്തുള്ളിലേക്ക് വലിച്ച ഒളിച്ചിരിക്കും. ഇര വരുന്നത് വരെ ഇവൻ കാത്തിരിക്കും. ഇര വന്നു കഴിഞ്ഞാ തല പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ ആക്രമിക്കും. വിടാതിന് വിടാൻ. ഓടിക്കോ. മേലെ കിടന്ന് പാമ്പിന്റെ അടുത്ത് മുണ്ടിന്റെ
അളിയാ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ വല്ല ഐഡിയ തരൂ. ഐഡിയ സമൂസയുടെ ബാഗ്. മോട്ടു നീ ഓടിക്കൊണ്ടേ ഇരിക്കേ. നിനക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജർ ഞാനിപ്പൊ കൊണ്ടുവന്ന് തരാട്ടോ. കിട്ടി പോയി. മോട്ടു ഇന്ന പിടിച്ചോ സമൂസ. എന്നിട്ട് കാണിച്ചു കൊടുക്ക് നമ്മൾ ആരാണെന്ന്. അല്ല നിങ്ങളൊക്കെ ആരാ ഈ പാറ്റ പൊടിയുന്ന പോലെ എവിടെന്നാ വന്നത്? ഈ കാട്ടിലെ ദേവതമാരുടെ കൃപ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിമാനം തകർന്നു വീണപ്പോ തൊട്ട് ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഈ കാട്ടിലെ ദേവതമാരുടെ കൃപ കൊണ്ട് ഞങ്ങൾ എപ്പോ വിചാരിച്ചാലും അപ്രത്യക്ഷമാകാൻ സാധിക്കും. ഓ ഇത് മോൻകിസ വർഗക്കാരാണ്. ഇവരെ കുറിച്ച് എനിക്ക് വായിച്ചറിവേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കാണുകയും ചെയ്തു. കാഴ്ചയിൽ കുരങ്ങന്മാരെ പോലെ തോന്നിപ്പിക്കുന്ന മനുഷ്യരാണിവർ. എന്റെ പേര് ജുസു എന്നാണ്. റിനോദയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ നേതാവ് സിമയാണ്. നിങ്ങൾ എല്ലാവരും വളരെ പരാക്രമികളാ. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഗസാമയെ ഇങ്ങനെ പൊരുതി തോൽപ്പിച്ചത്. ആ ലിസയെ രക്ഷപ്പെടുത്തിയതിലൂടെ നിങ്ങൾ വലിയ കാര്യമാ ചെയ്തത്. അതൊരു സാധു മൃഗമാ. കാട്ടിലെ ദേവീദേവന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ. ഇത് വാങ്ങിക്കൂ. ഈ മരുന്ന് അതിന് പുരട്ടിക്കൊടുക്കൂ. കൂട്ടുകാരാ, നീ ചെന്ന് നല്ലപോലെ വിശ്രമിക്കൂ. നിനക്ക് ആവശ്യം ഇപ്പൊ വിശ്രമമാണ്. അതുകൊണ്ട് പോയി ഉറങ്ങിക്കോ. കഴിക്കാനെന്ന് പറഞ്ഞ് അവിടെ എവിടെയും ചുറ്റിക്കളിക്കരുത്, കേട്ടല്ലോ? നിങ്ങൾ ആരാണ്? എവിടുന്ന് വരുന്നു? ഇത് നിങ്ങൾ എന്ത് വാഹനത്തിലാണ് യാത്ര ചെയ്തത്? ആദ്യം ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്. പിന്നീടാവാം കുശലാന്വേഷണമൊക്കെ. ഇവരിപ്പോ നമ്മുടെ അതിഥികളാ.
എനിക്ക് പേടിയാവുന്നു. എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് അമ്മയെ കാണണം. ഇവൻ ഇത് വർത്താനം പറഞ്ഞു തുടങ്ങി. എനിക്കിത് അറിയില്ലായിരുന്നു. ഞാനിത് അറിഞ്ഞില്ല. ഇവനൊരു മൂകനായിരുന്നെന്നാ ഞാൻ കരുതിയത്. ഓ കഷ്ടം, ഇവനെ കൊണ്ട് ഞാൻ അത് ഞാൻ കൊഞ്ഞയെ കൊണ്ടല്ല ഇത്രയും നാൾ സംസാരിക്കാണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് പേടിയെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നു. അമ്മേ, നിങ്ങൾ രണ്ടുപേരും കൂടി നിധിയുടെ കാര്യം പറഞ്ഞ് എന്നെ മോഹിപ്പിച്ച് കുടുക്കി കളഞ്ഞല്ലോടാ. കുട്ടിക്കാലത്ത് അമ്മ അച്ഛനും പറയുമായിരുന്നു സത്യാഗ്രഹം ആപത്താണ്, ആപത്താണ്, ആപത്താണെന്ന്, ആപത്താണെന്ന്. അച്ഛനും അമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട് അത്യാഗ്രഹം ആപത്താണ്, ആപത്താണ്. Sorry, boss. എന്നെ തല്ലി. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. എനിക്ക് ഇതിന്റെ ലഞ്ചും ആവണ്ട, ഇതിന്റെ ഡിന്നറും ആവണ്ട. ആരെങ്കിലും ഇതിനെ പറഞ്ഞെന്ന് മനസ്സിലാക്കുക. എന്നെ രക്ഷിക്കൂ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയ്ക്കുണ്ടായവനെ, നീ കവിതയുടെ കാര്യം വിട്ട് എന്നെ രക്ഷിക്കാൻ നോക്ക്. നിങ്ങളെ രക്ഷിക്കാനാണോ അതോ കൊല്ലാനാണോ പരിപാടി? ഞങ്ങൾ അക്കാണുന്ന ഏറുമാടത്തിലാ താമസിക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ മൂപ്പ, നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്രത്യക്ഷരാവാൻ കഴിയുന്നത്? ആ സമയത്ത് നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചില്ലല്ലോ. ഈ പഴം നോക്കൂ. ഇത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അപ്രത്യക്ഷമാകാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കുട്ടികൾ അന്നും ഇവിടെ ഓടിച്ചാടി കളിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആ സന്തോഷം അധിക നാൾ നീണ്ടു നിന്നില്ല. എല്ലാം അവസാനിച്ചു. എന്താ എന്താ സംഭവിച്ചത്? റോക്കോട്ടോസിന്റെ പടയാളികൾ ഇറങ്ങി. ഓടിക്കോ, ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ, എല്ലാരും ഓടിക്കോ. എന്റെ അമ്മോ, ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. മോട്ടു പത്ലുവിന് അപകടമുണ്ട്. അതെ, ഇവിടെ ഇവിടെ ഇവിടെ, പെട്ടെന്നാവട്ടെ. അതെ, ഇവിടെ ഇവിടെ, പെട്ടെന്നാവട്ടെ. ഇവിടെ ഇവിടെ, പെട്ടെന്നാവട്ടെ. അവരിങ്ങോട്ടാ വരുന്നത്. നമുക്ക് വേഗം ഓടി ഒളിക്കാം. എന്റെ മോട്ടു. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ നിന്നോട് പറയാണ്.
ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ, ഓ ബല്ലെ ബല്ലെ. മുകളിലുള്ളവന്റെ കാരണം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മുകളിലുള്ളവരൊക്കെ താഴെ വരുന്നുണ്ട്. അവിടെ നോക്കൂ. ഇതെന്താ ഇവിടെ മരങ്ങൾ പറക്കുവോ? ഇത് അടിപൊളി സ്ഥലമാണല്ലോ. ഇവിടുത്തെ മരങ്ങളൊക്കെ പറക്കുന്നുണ്ടല്ലോ. നേരെ പറന്നൂടെ? എന്തിനാ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നത്? ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ പിടിക്കേ. നല്ല രസമായിരിക്കും. ചോട്ടോ ഇപ്പോഴും പിക്നിക്കിന്റെ മൂഡിൽ തന്നെയാ. സൂസുവിനോടൊപ്പം 4 പേരെ കാണാതായിട്ടുണ്ട്. അതിഥികളായി എത്തിയവരിൽ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടോ? വളരെ സന്തോഷമുണ്ട് മറിഞ്ഞേട്ടോ. നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ രക്ഷപ്പെട്ടത്. പണ്ടുള്ളവർ പറഞ്ഞു കേട്ട അറിവേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ മരങ്ങൾക്ക് പറക്കാൻ കഴിവുണ്ടെന്ന്. പക്ഷെ അതാരും കണ്ടിട്ടില്ലായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളുടെ കൂട്ടുകാരെ അവര് കൊണ്ടുപോയി. അതെങ്ങനെ സംഭവിക്കും? ഞങ്ങൾ ചെന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. എവിടെയുള്ളത്? ഇനി ഒരിക്കലും നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. റോബോട്ടേഴ്സിന്റെ കൂടെ അവരെ ഐസോപ്പിയിലേക്ക് കൊണ്ടുപോയി. അല്ല, ഈ റോബോട്ടേഴ്സ് ആരാ? റോബോട്ടേഴ്സ് ഐസോപ്പിയിലെ രാജാവാണ്. അയാൾ കാരണമാണ് ഞങ്ങളുടെ ഈ കബീല ഇങ്ങനെ നശിച്ചു പോയത്. റോബോട്ടേഴ്സിന്റെ കയ്യിൽ നിന്നും ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതുവരെ ആരും പരിശ്രമിച്ചിട്ടുണ്ടാകില്ല. പരിശ്രമിച്ചോണ്ടിരിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. എന്റെ ചോട്ടുവിനെ തിരിച്ചു തരൂ. എന്റെ ചോട്ടുവിനെ തിരിച്ചു തരൂ.
സ്ഥലം? എന്റെ അമ്മോ, ഇത് എന്തൊരു സ്ഥലമാണ്? ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എല്ലാരും എങ്ങനെയാ ഗ്രീൻ ഹൗസിലെത്തിയേ? ഓ എന്റെ ടിങ്കിൾ ചേട്ടാ, ഞങ്ങൾ ഫുർഫുരി നഗരത്തിൽ നിന്ന് വരികയാണ്. എന്റെ പേര് ഡോക്ടർ ജഡ്ക എന്നാണ്. ഇത് എന്റെ സുഹൃത്ത് ഗസീട്ടാറാം, ഇത് ജൂസു, ഇത് ചിങ്കം, പിന്നെ ഇത് ചോട്ടു. ഞാനൊരു പ്ലെയിൻ ഉണ്ടാക്കി, അതില് ഞങ്ങൾ ഒരു യാത്രക്ക് ഇറങ്ങിയതാ. എന്താ, നിങ്ങളൊരു പ്ലെയിൻ ഉണ്ടാക്കിയെന്നോ? എനിക്ക് ആവശ്യം നിങ്ങളെ പോലത്തെ ഒരാളായിരുന്നു. ബാബാ ബാബാ ബ്ലാക്ക് ഷേപ്പ്, ഗ്രേറ്റ് റോബോട്ടസ്, എവിടെയാണ് നിങ്ങൾ? നിങ്ങൾ കേട്ടോ, ഇവരെല്ലാം സയന്റിസ്റ്റ് ആണെന്ന്. വെൽക്കം ടു ഐസോഫിയ. എന്താ, എന്നെ കണ്ട് പേടിച്ചു പോയോ? പേടിക്കൂ, പേടിക്കൂ, ഇനിയും പേടിക്കൂ. ഐ എം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. എന്നെ കണ്ട് പേടിക്കുന്നവരെ എനിക്ക് ഇഷ്ടമാണ്. കാരണം പേടിക്കുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ, പേടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടെന്നോ? എനിക്ക് മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് എല്ലാം മനസ്സിലാവും. ഡോക്ടർ ജഡ്ക, നിങ്ങളൊരു സയന്റിസ്റ്റ് ആണ്. ജോണി ജോണി, യെസ് പാപ്പ. ഗ്രേറ്റ് റോബോട്ടിസ്, ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. ഇയാൾ ഒരു പ്ലെയിനും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവരെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പൊളിച്ചെടുത്തല്ലോ, ഇയാൾക്ക് ശരിക്കും വട്ടാണ്. പ്ലെയിനിന് കംപ്ലൈന്റ് ഉണ്ട്. ആ പ്ലെയിനിൽ ഇരുന്നാ പിന്നെ കംപ്ലൈന്റ് എങ്ങനെയാ വരിക? ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് അല്ലേ? ഇദ്ദേഹത്തിന് തെറ്റിപ്പോയതാ. ഡോക്ടർ അങ്കിൾ അടിപൊളിയാണ്. ഇദ്ദേഹം നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഗ്രേറ്റ് റോബോട്ടിസ്, ഈ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറഞ്ഞത് ശരിയാണ്. ഡോക്ടർ ജഡ്ക ഒരു നല്ല സയന്റിസ്റ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാം. അല്ല എന്റെ പൊന്നു സുഹൃത്തേ, എന്താ നിങ്ങളുടെ വലിയ സ്വപ്നം? ചബ്ബി ചിക്സ്, റോസി ലിപ്സ്. എല്ലാരും നോക്കൂ, നിങ്ങളുടെ പ്ലാനറ്റ് ഒരു ദിവസം ഇങ്ങനെ ആവും. ഐ ആം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. എന്റെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ പോകാം. ഞാനൊരു മെഷീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മെഷീൻ കൊണ്ട് ഈ ലോകം മുഴുവനും ചാരമാവും. അതിന് നിങ്ങൾ എന്നെ സഹായിക്കേണ്ടി വരും. എന്താ ചെയ്യില്ലേ? വേണ്ട ഡോക്ടർ ജഡ്ക, ഈ ചതിയനെ ഒരിക്കലും സഹായിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കുന്നവർ എന്നും രക്ഷപ്പെടുമെന്ന്. അതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായില്ലേ? പേടിക്കാത്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. ഞാൻ സഹായിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്ന പോലെ ഒക്കെ ചെയ്യാൻ ഞാൻ. I am happy, more than happy. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. ഞാനൊന്ന് മുഖം കഴുകിയതാ. നീ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മോട്ടു. ചോട്ടു അവന് തിരിച്ചു കിട്ടുമല്ലോ. നമ്മൾ അവനെ തിരിച്ചു കൊണ്ടുവരും. നിനക്ക് ഓർമ്മയില്ല ചോട്ടു പറയാറുള്ളത്? പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്നുള്ളത്. നമ്മൾ അവനെ തീർച്ചയായും കൊണ്ടുവരും. നിങ്ങൾ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ പഴം നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. അപ്രത്യക്ഷമാവണമെന്ന് തോന്നുമ്പോ ഇത് കഴിച്ചുകൊള്ളൂ. പക്ഷെ ഒന്നോർക്കണം, ഇതിന്റെ ശക്തി കുറച്ചു നേരത്തേക്കേ ഉണ്ടാവുക. വളരെ നന്ദിയുണ്ട് മൂപ്പ. നേരെ ആ കാണുന്ന വഴിയിലൂടെ പോണം. അതാണ് ഐസോപ്പിയയിലേക്ക് പോകാനുള്ള വഴി.
വനദേവതമാർ എന്നും നിങ്ങളുടെ കൂട്ടിനുണ്ടാകും. വഴി വളരെ ദുർഘടം പിടിച്ചതാണ്. ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കുക. പരിശ്രമിക്കുന്നവരൊരിക്കലും തോൽക്കാറില്ല എന്നതാണ് എല്ലായ്പ്പോഴും ചോട്ട് പറയാറുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല, അതെന്ത് തന്നെ സംഭവിച്ചാലും. ഓടിക്കോ. ബത്തലോ, എനിക്ക് ഒറ്റകളുടെ ലഞ്ചും ഡിന്നറും ആവാൻ യാതൊരു താല്പര്യവുമില്ല. ഞങ്ങള് ഭൂമിയിലെ രാജാക്കന്മാരാ. ഇതിലും വലിയ അപകടങ്ങളൊക്കെ ഞങ്ങൾ വളരെ നിസ്സാരമായി അതിജീവിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ മുൾച്ചെടികൾ? ബത്തലോ, കാണിച്ചു കൊടുക്കാം നമ്മുടെ ശക്തി എന്താണെന്ന്. അല്ല, ഭൂമിയിലെ രാജാവിത എവിടെ പോയി? ഭൂമിയിൽ തന്നെ കിടപ്പുണ്ട്. എഴുന്നേൽക്ക്. ഇപ്പൊ നമുക്ക് ഭൂമിയിലെ രാജാക്കന്മാരുടെ ഓട്ടത്തിന്റെ വേഗത എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഓടിക്കോ. മോട്ടോ, ഇത് നരഭോജികളായ മുൾച്ചെടികളാണ്, ഓടിക്കോ. ഇവറ്റകളുടെ കയ്യിൽ നിന്ന് നമ്മളെ ഇനി ആരാ രക്ഷിക്ക? ഇത് നമ്മുടെ മറ്റേ പള്ളിക്കുട്ടനാ. നമ്മളിന്ന് രക്ഷിച്ചില്ലേ? ഇവൻ നമ്മുടെ രക്ഷകനാണ്. വാ പോകാം. ഓടി ഓടി, നിങ്ങൾ എങ്ങോട്ടാടാ പോകുന്നത്? ഞാനുണ്ട്, എല്ലാം കൂടെ ഒന്ന് കൊണ്ടുപോടാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് തന്നെ കവിത. ആരെങ്കിലും ഇതിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ഡോണാണെന്ന് കുറച്ചും കൂടി മര്യാദയോടെ പെരുമാറാൻ പറയും. എന്താണിത്? മെഷീൻ മുഴുവൻ നശിപ്പിച്ചോ? പൊളിച്ചെടുത്തല്ല. ആ, ആ.
എന്റെ അമ്മോ, ഒരുപാട് കൂടുന്നുണ്ട്. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഭാരതമാതാവാണ് സത്യം. നീ എന്റെ മുമ്പിൽ കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ അമ്മോ, എന്റെ ലാത്തി കൊണ്ട് എന്നെ തന്നെ തല്ലാൻ നോക്കുന്നു. എന്റെ അമ്മോ, മമ്മി, ഡാഡി, രക്ഷിക്കണേ. വേണ്ട, എന്റെ അമ്മോ. ഓ റോബോട്ടേഴ്സ്, എന്റെ സുഹൃത്ത്, എന്റെ ബ്രോ, ഈ മിഷൻ വീണ്ടും അസംബിൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ഒരു നിമിഷം കൊണ്ട് ഇത് ഭൂമി മുഴുവനും ഐസാക്കി കളയും. ഓ ശരിക്കും? I am happy. More than happy. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ then you will be sad. More than sad. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ പ്ലാനറ്റ് ഇല്ലാതാവോ? എന്റെ ചോട്ടുമോനെ, ഞാൻ ഇതൊക്കെ വെറും തമാശക്ക് പറയുന്നതല്ലേ. മോട്ടുവും പത്തിലും ഇവിടെ എത്തുന്നത് വരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നേ മതിയാവൂ. ഡോക്ടർ അങ്കിൾ, എനിക്ക് അറിയാം മോട്ടു മാമ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തും. പക്ഷെ എപ്പോ? ഇത്രയും നേരമായിട്ടും അവരെ കുറിച്ച് ഒരു വിവരമില്ല. നിനക്ക് അവരെ പറ്റി അറിയാഞ്ഞിട്ടാ മോനെ. എത്രയൊക്കെ താമസിച്ചാലും അവരെന്തായാലും ഇവിടെ എത്തിയിരിക്കും. അവര് ഭയങ്കര ധീരന്മാരാണ്, കൂട്ടുകാരുടെ ചങ്കാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇങ്ങനെ ഭരതനാട്യം കളിച്ചോണ്ടിരിക്കുന്നത്? എന്റെ മോട്ടോ തണുപ്പ് സഹിക്കാൻ പറ്റാതെയാണ് അതിന് നിലത്ത് നിൽക്കാൻ പറ്റാത്തത്. മോട്ടുമാമനും പത്ലുമാമനും വന്നു. എന്റെ മാമന്മാര് എത്തിക്കഴിഞ്ഞു. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓ, അപ്പോ ഇതാണ് നിന്റെ മോട്ടു മാമനും പത്തിലു മാമനും അല്ലേ? ഇവരാണോ നിന്നെ രക്ഷിക്കാൻ വന്നത്? ചിരിക്കണ്ട. എന്റെ മോട്ടുമാമനും പത്ലുമാമനും ധൈര്യശാലികളാ. അവര് വലിയ വലിയ കുറ്റവാളികളെയൊക്കെ ജയിലിൽ അടച്ചിട്ടുണ്ട്. നിന്നെ പിടിച്ച് ജയിലിലിടും, നോക്കിക്കോ. എന്നെക്കാളും ശക്തിശാലിയായ ഈ ലോകത്ത് ആരുമില്ല. എന്നിട്ടാണോ ഇവര് നിന്നെ രക്ഷിക്കാൻ വന്നത്? എന്നാൽ ഈ പാവങ്ങൾക്ക് അറിയില്ല അവരെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന്. ചമൂച്ച, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ.
ഇവരെ വെച്ച് എനിക്കൊരു ട്രോഫി ഉണ്ടാക്കണം. ഐ എം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ഒന്ന് ആലോചിക്കേ. ഐഡിയ. ലിസ, ഞങ്ങളെ നീ ആ പില്ലറിന് മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാ പിന്നെ അതിനകത്തേക്ക് വേഗം പോകാം. അതില് നല്ലോണം ആഞ്ഞു വലിക്കടാ. നിധി തേടി പോയതിനുള്ള അത്യാഗ്രഹത്തിന് ഭഗവാൻ നല്ല ശിക്ഷയാ നൽകിയത്. രാജാവായി വാഴേണ്ട ഞാനിപ്പോ പിച്ചക്കാരനെ പോലെ ആയല്ലോ. ഓ, കൊള്ളാം ബോസ്, കൊള്ളാം. ഓർമ്മയുണ്ടോ, അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞതാ അത്യാഗ്രഹം ആപത്താണെന്ന്. അത് എത്ര ശരിയാ. എന്റെ അമ്മോ, ഞാനിതിപ്പോ എവിടെയാണ്? അമ്മച്ചി. വരൂ, ഇനി ചോട്ടൂനെയും ബാക്കിയുള്ളവരെയും നമുക്ക് അന്വേഷിക്കാം. എന്റെ അമ്മോ, അമ്മച്ചി, എന്റെ അമ്മോ. ഇത് ചിങ്കം സാറാണ്. ചിങ്കം സാറിനൊന്നും പറ്റിയില്ലല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ തിരിച്ചു വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോന്ന് നോക്കുകയായിരുന്നു. വരൂ, നമുക്ക് ഞാൻ ഡോക്ടറെയും കസിറ്റയും ചോട്ടനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. കമോൺ. എന്റെ അമ്മോ. ലിസ, താങ്ക് യു ലിസ. ചങ്ങാത്തം എന്താണെന്ന് പ്രവൃത്തിയിലൂടെ നീ ഒരിക്കൽ കൂടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ ഓടിക്കോ, ഞാൻ ഇവരെ തടഞ്ഞോളാം. പിന്നെ ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ ഡോക്ടർ ജഡ്കയുടെ ലാബ് ഉണ്ടാവും. കസിഡറാമും ചോട്ടും അവിടെയാ ഉള്ളത്. ആ, യെസ് സർ. The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. Highly impossible. അമ്മച്ചി, പിടിച്ചോ. പുട്ട്, കടല, പഴംപൊരി. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വന്നോളൂ. എന്താ പിടിച്ചോ. പിടിച്ചോ. അതെന്റെ മാമനാണ്. ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന്
നീ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിനക്ക് ഇനി ഒരിക്കലും സംസാരിക്കേണ്ടി വരില്ല. മനസ്സിലായോ? മനസ്സിലായി. ഗ്രേറ്റ് റോബോട്ടസ്. കണ്ടോ നമ്മുടെ സൈനികന്മാര് ആരെയാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന്? ഇതാ മോട്ടുവും പത്തിലും ഒന്നും അല്ല. എനിക്ക് മോട്ടു പത്തില് വേണം, അതും ജീവനോടെ. ഒരു മിനിറ്റ് സാർ, ഒരേ ഒരു മിനിറ്റ്. ആദ്യം ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഐ ആം ദ ജോൺ ദി ഡോൺ. നിങ്ങൾ ഇവിടുത്തെ ഡോൺ, ഞാൻ അവിടുത്തെ ഡോൺ. രണ്ടായാലും സ്റ്റാറ്റസ് ഒന്ന് തന്നെയല്ലേ? നിങ്ങൾക്ക് കുറച്ച് ഉയരമുണ്ടെന്ന് മാത്രം. എനിക്ക് കോമാളിയല്ല, എനിക്ക് മോട്ടു പത്തിലോ വേണ്ടത്. മോട്ടു പത്തിലോ. എന്റെ പൊന്നു സാറേ, ഒരു മിനിറ്റ് ഒന്ന് തരണേ. ഈ ദോശ ഉണ്ടാക്കാൻ ഇഡ്ഡലി ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, സമൂസ മാത്രം ഉണ്ടാക്കിയാ മതി. മോട്ടു അതിൽ വീണോളും. ഈ സമൂസ എന്ന് പറഞ്ഞാൽ എന്താ? അത് കഴിക്കാനുള്ള ഒരു സാധനമാണ്. അതിന്റെ മണമടിച്ചാൽ മാത്രം മതി, മോട്ടു തനിയെ നമ്മുടെ മുന്നിൽ വന്ന് നിന്നോളും. എന്നാ ശരി, എന്റെ ആൾക്കാർ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ സമോസ ഉണ്ടാക്കാൻ തുടങ്ങ്. അല്ലെങ്കിൽ ഉണ്ടാക്കിക്കോളാവേ. സമോസ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ജോൺ ദ ഡോൺ എന്നതിന് പകരം ഇനി കുക്കു ജോൺ എല്ലാവരും വിളിച്ചു തുടങ്ങുമല്ലോ. ഞാനാണ് ജോൺ, ഞാൻ തന്നെയാണ് ജോൺ. പക്ഷെ ഇപ്പൊ ജോൺ കുക്കായി മാറിയല്ലോ. ഇനി എങ്ങനെയാണ് ഞാൻ ഡോണായി മാറുക? ചട്ടിയില് തീ കുളിച്ചപ്പോ തലയ്ക്ക് തീ പിടിക്കുന്നു. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. തീ കെടുത്താൻ പറഞ്ഞപ്പോ വെള്ളത്തിന് പകരം മണ്ണെണ്ണയാണോടാ മണ്ട ഒഴിക്കുന്നത്. എരുതിയിൽ എണ്ണ ഒഴിച്ച് കളിക്കോ അല്ലേ നീയൊക്കെ? ഇനി ഒരു പഴം മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിത് പപ്പാതി വീതം കഴിച്ചേക്കാം. മോട്ടുവിനെ കാണാൻ തുടങ്ങിയല്ലോ. മരുന്നിന്റെ ശക്തി കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഓ മോട്ടു, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ ചങ്ക്, എനിക്കറിയാമായിരുന്നു നീ എന്തായാലും ഇവിടെ എത്തുമെന്ന്. വല്യേട്ടാ, അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ. എന്തോ നിനക്കും കാണാൻ പറ്റുന്നുണ്ടോ? How are you? ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടുത്തേക്ക് നിന്ന്. ചോട്ടു എവിടെ?
ഇതൊക്കെ എന്താണ്? ആ തട്ടിക്കൊണ്ട് വന്നവരൊക്കെ അവൻ ട്രോഫി വെച്ചിരിക്കുന്ന പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുക. വെൽക്കം ടു ഐസോഫിയ മോട്ടു പത്ലു. ഈ കുട്ടി നിങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ സ്പെഷ്യൽ ട്രോഫി ഉണ്ടാക്കി ഞാൻ ഈ ഐസോഫിയയിൽ വയ്ക്കാൻ പോവാണ്. ചോട്ടു, ദേ നോക്ക്, നമുക്കിടയിൽ യാതൊരു ശത്രുതയും തന്നെ ഇല്ല. അതുകൊണ്ട് എന്റെ ചോട്ടൻ എനിക്ക് തന്നേര്, എങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം. എന്ത്? എന്നെ വെറുതെ വിടാന്നോ? നിങ്ങൾ എന്നെ വെറുതെ വിടുവന്നോ? ഐ എം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. നിങ്ങളെല്ലാവരും കേട്ടില്ലേ? ഇയാൾ എന്നെ വെറുതെ വിടുവന്ന്. ഇയാൾ എന്നെ വെറുതെ വിടാൻ പോവാന്ന്. ചോട്ടു, കണ്ടില്ലേ നീ? ഐ എം ദ ഗ്രേറ്റസ്റ്റ്. നിന്റെ മോട്ടവും പത്ലവും ഇപ്പോ എന്റെ ട്രോഫിയായി നിൽക്കുകയാണ് ഇവിടെ. എന്റെ കൈ വിട്, വിടാനല്ലേ പറഞ്ഞേ? മാമ, മാമ, മോട്ടു മാമ, പത്ലു മാമ. पंख बिना ये उड़ जाते हैं, हर मुश्किल में जुड़ जाते हैं, हाथ पकड़ के चढ़ जाते हैं, गाड़ी हो या घोड़ी, मोटू पतलू की जोड़ी, मोटू पतलू की जोड़ी. സമോസ ഇതാ തയ്യാറായി കഴിഞ്ഞു. സമോസ തയ്യാറായി കഴിഞ്ഞു. ലല്ലല്ലല്ലല്ലാ. ഏ? ഏ? മോട്ടു മാമ, പത്ലു മാമ. पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी, मोटू और पतलू की जोड़ी.
ആ മോട്ടോവും പത്ലുവിനെയും പിടിക്ക്. പിടിച്ചോ പിടിച്ചോ. രക്ഷപ്പെടൂ. ഐഡിയ. നിങ്ങളുണ്ടോ ഇവിടെ? എപ്പോഴാണ് എത്തിയത്, എങ്ങനെയാണ് എത്തിയത് എന്നൊക്കെ ഞാൻ പിന്നീട് ചോദിച്ചോളാം. അതിനു മുമ്പ് എന്റെ ഒരു സമ്മാനമായിട്ട് ഇതിരിക്കട്ടെ. ഇന്ന് വാങ്ങിച്ചോളൂ. നിങ്ങൾ പിടിച്ചോ. Yay! That's my mama. എന്റെ ചോട്ടു. I am happy. More than happy. മോട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? രക്ഷിക്കണേ. ഇവന്റെ ഇടുക്കി എന്റെ സമൂസയെക്കാളും 10 ഇരട്ടി ശക്തിയുണ്ടല്ലോ.
ഐഡിയ മോട്ടു, ആ ഡിഷ് ഈ വശത്തേക്ക് തിരിച്ച് സൂര്യപ്രകാശം ഇങ്ങോട്ടാക്ക്. റോബോട്ടേഴ്സിന് സൂര്യപ്രകാശം താങ്ങാനുള്ള കഴിവില്ല, അതുകൊണ്ടാണ് അവൻ ഐസിന്റെ ലോകത്ത് ജീവിക്കുന്നത്. രക്ഷിക്കണേ. എന്റെ കാവിലമ്മേ, കാത്തോളണേ. മാമ, ഡോക്ടർ മാമ പറഞ്ഞത് ശരിയാ. 1 കൊല്ലമായാലും 2 കൊല്ലമായാലും ഞങ്ങൾ രക്ഷിക്കാൻ അമ്മമാര് വരുമെന്ന് പറഞ്ഞു. നീ എപ്പോഴും പറയാറില്ലേ, പരിശ്രമിക്കുന്നവരെപ്പോഴും തോൽക്കാറില്ലെന്ന്. നമ്മൾ പരിശ്രമിച്ചു, വിജയവും കൈവരിച്ചു. ഇപ്പൊ നമ്മൾ എങ്ങനെ എവിടുന്ന് തിരിച്ചു പോകുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേ. ഫുർഫുരി നഗരത്തിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പോവല്ലേ പോവല്ലേ, ഞങ്ങളെ കൂടെ ഒന്നും കൊണ്ടുപോണേ, പോവല്ലേ. നിധി തേടി പോയ എനിക്ക് അവസാനം കയറി തൂക്കി കിടക്കേണ്ടി വന്നു. അത്യാഗ്രഹമാപത്താണ്, അത്യാഗ്രഹമാപത്താണ്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത. കവിതയുടെ കാര്യമൊക്കെ വിട്. കയറിൽ നന്നായിട്ട് മുറുക്കം പിടിച്ചോ, എന്നിട്ട് ഭഗവാനോട് നല്ലവണ്ണം പ്രാർത്ഥിക്കേ. ഇതാ ഡോക്ടർ ഉണ്ടാക്കിയ പ്ലെയിനാണ്. എവിടെയും പോയി പണ്ടോരം അടങ്ങാതിരിക്കാൻ പ്രാർത്ഥിക്കണം. Watch India's largest kids library only on Jio Hotstar. Download the app now.